സിൽവർ ലൈൻ പ്രത്യേക അതിവേഗ പാതയായി തന്നെ പരിഗണിക്കണമെന്ന് ദക്ഷിണ റെയിൽവേയോട് കേരയിൽ ഈ ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ല. DPRൽ മറ്റു മാറ്റങ്ങൾ വരുത്താൻ തയ്യാറെന്നും കേരയിൽ അറിയിച്ചു. വിവരങ്ങളുമായി ഷീജയുണ്ട്. ഷീജ, സിൽവർ ലൈൻ പ്രത്യേക അതിവേഗ പാതയായി തന്നെ പരിഗണിക്കണമെന്ന് ദക്ഷിണ റെയിൽവേയോട് കേരയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. വിവരങ്ങൾ. തീർച്ചയായും വിജയ്, ഏതായാലും സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ DPRൽ അത് പ്രത്യേക അതിവേഗ പാതയായി തന്നെ പരിഗണിക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് റെയിൽവേ ബോർഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഡെഡിക്കേറ്റഡ് സ്റ്റാൻഡേർഡ് എലോൺ സ്പീഡ് കോറിഡോറായി പരിഗണിക്കുമ്പോൾ, അതായത് അതിവേഗ വണ്ടികൾക്ക് മാത്രമായ ഒരു പാതയായി പരിഗണിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ റെയിൽവേ ബോർഡിന് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നത്. അതിവേഗ വണ്ടികൾക്ക് മാത്രമായുള്ള പാത എന്ന അടിസ്ഥാന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ഇല്ല എന്നുള്ള കാര്യം തന്നെ വ്യക്തമാക്കുന്നു. അതേസമയം മറ്റ് ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ അതിന് തയ്യാറാണ് എന്നുള്ള കാര്യവും പറയുന്നു. അത് പ്രധാനമായും ഇപ്പോൾ റെയിൽവേ ഭൂമി കൈമാറുന്നതാണ് പ്രശ്നമെങ്കിൽ സിൽവർ ലൈൻ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ തയ്യാറാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ റെയിൽവേ ബോർഡിനെ അറിയിച്ചിരിക്കുന്നത്. അതിവേഗ ഈ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് കൂടി സർവീസ് നടത്താൻ കഴിയുന്ന വിധം ബ്രോഡ് ഗേജിലേക്ക് പദ്ധതി മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് പക്ഷേ കേരളിന് നൽകിയിരുന്നത്. ഇതിനെതിരെ ഇപ്പോൾ ശ്രീധരനും രംഗത്ത് വന്നിട്ടുണ്ട്. അത് പ്രായോഗികമല്ലാത്ത കാര്യങ്ങളാണ് റെയിൽവേ ബോർഡിന്റെ പ്രസ്തുത നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നത്. പ്രത്യേകിച്ചും അതൊരു ദീർഘവീക്ഷണമില്ലാത്ത കാര്യമാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടി ശ്രീധരനും റെയിൽവേ ബോർഡിന് കത്തയച്ചിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ കേരയിൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, അത് അതിവേഗ റെയിൽപാത എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കേരയിൽ തയ്യാറല്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ അലൈൻമെന്റിൽ മാറ്റം വരുത്തുന്ന കാര്യം പരിശോധിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ റെയിൽവേ ബോർഡിനെ അറിയിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ് ഷീജ. സിൽവർ ലൈൻ പ്രത്യേക അതിവേഗ പാതയായി തന്നെ പരിഗണിക്കണമെന്ന് ദക്ഷിണ റെയിൽവേയോട് കേരയിൽ ഈ ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ല. DPRൽ മറ്റു മാറ്റങ്ങൾ വരുത്താൻ തയ്യാറെന്നും കേരയിൽ അറിയിച്ചു. വിവരങ്ങളാണ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവച്ചത്.